ശ്രീ സതീഷ് വസന്ത്, അഴിച്ചുപണി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭരിക്കേണ്ടവർ ഭരിക്കാതിരിക്കുകയും കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള അപജയം സംഭവിക്കുകയും ചെയ്യുന്ന ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു പദവി തന്നെ എടുത്തു മാറ്റി അത് വിശ്വാസികൾക്ക് നൽകരുതോ എന്ന് നിരന്തരം ചോദിക്കുന്ന ആ ചോദ്യത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? രോഹിണി, നമ്മളെ നിയമം വെച്ചാൽ ഈ അങ്ങനൊരു സംഭവം നടക്കില്ല. കാര്യം ഭക്തജനങ്ങളാൽ ഒരു ബോർഡ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നടക്കാത്ത കേസാണ്. അതങ്ങനെയാണ്. പിന്നെ നമുക്ക് പറയേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം രോഹിണി എന്ന് പറഞ്ഞല്ലോ, ഇപ്പം കഴിഞ്ഞ മണ്ഡലകാലം ഇപ്പം രാജേഷ് സാറ് പറഞ്ഞ് കറക്റ്റാണ്, കുറ്റമറ്റതായിട്ടുള്ള നല്ലൊരു മണ്ഡലകാലമായിരുന്നു കഴിഞ്ഞ വർഷം. നമുക്ക് പണ്ട് രാജേഷ് സാറൊക്കെ ഇരുന്നപ്പോഴേക്ക് ഈ അരവണ, അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൽ, അതുപോലെ തന്നെ ശർക്കര വാങ്ങിക്കുന്നതിൽ, ഇതിലെല്ലാം അഴിമതി, നെയ്യ് വാങ്ങിക്കുന്നതിൽ, ഇതിനെല്ലാം അഴിമതി ഉണ്ടായിരുന്നു. അതെല്ലാം കർക്കശ നിലപാട് എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ബോർഡ് അതെല്ലാം നിർത്തലാക്കി. ഇന്ന് അത് വേറൊരു കേസുണ്ട്. അന്ന് ഈ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ അരവണയൊക്കെ ബ്ലോക്കിൽ വാങ്ങിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം മതിയാക്കിക്കൊണ്ടാണ് ഇന്ന് ഭക്തജനങ്ങൾക്ക് അത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെർച്വൽ ക്യൂ വഴി ഏത് ഭക്തജനങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഒരു ദിവസം ഇത്ര ഭക്തജനങ്ങളെ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറ്റമറ്റതായ രീതിയിൽ തന്നെ ഇപ്പം കൊണ്ടുവന്നത്. അതിനിടയ്ക്കാണ് ഈ ശബരിമലയിൽ ഈ പാളികളെ സംഭവം വന്നത്. നോക്കൂ രോഹിണി, ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ മന്ത്രിയായിരുന്നാലും അവരൊരു കർക്കശ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, ഒരാൾ പോലും ഇതിന് നേതൃത്വം കൊടുക്കുകയോ അതിൽ ഇൻവോൾവ് ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലും അത് ബോർഡ് മെമ്പറായിരുന്നാലും ശരി തന്നെ അവരെ സംരക്ഷിക്കുന്ന ഏതൊരു നടപടിയും ഈ സർക്കാർ ചെയ്യില്ല. ഇത് 100% ശരിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കർക്കശ നിലപാടുണ്ട്. ഒരു ഇതുമില്ല. അല്ല, അവർ എങ്ങനെ സംരക്ഷിക്കില്ല എന്നാണ് പറയുന്നത്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി രേഖപ്പെടുത്തി പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത് എന്നെ കുടുക്കിയതാണ്, കുടുക്കിയവരെയൊക്കെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം, അയാൾ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി അവിടെ എത്തി 2019 തുടങ്ങുന്ന അയാളുടെ ആ സ്വാധീനം കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരെയൊന്നും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നിങ്ങനെ പ്രതിരോധം തീർക്കാൻ വേണ്ടി വാദോരാതെ പറയാം എന്നുള്ളതല്ല. ഇക്കണ്ട കാലയളവിലെല്ലാം സംരക്ഷണം നൽകി പോറ്റി നോക്കി വളർത്തിയതൊക്കെ ഇവരെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്വർണം 4 കിലോയോളം എവിടെ പോയി എന്നുള്ളതിൽ ഒരു കണക്കും ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണല്ലോ ദേവസ്വത്തിന്റെ രേഖകളിൽ ചെമ്പ് പാളി എന്നാകുന്നത്. അതിൻ്റെ പരിസരത്ത് വെച്ച്, ശബരിമല സന്നിധാനത്തിന്റെ പരിസരത്ത് വെച്ച് നടത്തേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാം എന്നുള്ള കൈമാറൽ എന്നുള്ളത് എഴുതി പിടിപ്പിച്ച ക്ലറിക്കൽ രേഖകൾ, അതെല്ലാം കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയല്ലേ. പിന്നീട് നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്നൊക്കെ.